ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ലൈൻ അതാണിപ്പോൾ റിയാദിൽ തുറന്നിരിക്കുന്നത്. സൗദി പ്രവാസികൾക്കായിരിക്കും ഏറ്റവും അധികം നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ തുറന്ന മെട്രോയുടെ വിശേഷങ്ങളാണ് ഇനി. കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഡ്രൈവറില്ലാ മെട്രോയാണ് റിയാദിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് തുറന്നത്. ൽ അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് റിയാദ് മെട്രോ. 10 വർഷം പിന്നിട്ട കാത്തിരിപ്പിനൊടുവിൽ കൊട്ടാരത്തിൽ വെച്ചാണ് സൽമാൻ രാജാവ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആറ് ലൈനുകളുള്ള മെട്രോയുടെ ആദ്യ 3 ലൈനുകളിൽ ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചു. ഡിസംബർ 15 രണ്ടാം ഘട്ട ലൈനുകളും ജനുവരി 5 മുഴുവൻ ലൈനുകളും ഇതോടെ തുറക്കും. മെട്രോയുടെ പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയാണ്. 6 റൂട്ടുകൾ, 176 കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡ്രൈവറില്ലാ മെട്രോ ലൈൻ, 4 സെൻട്രൽ സ്റ്റേഷനുകളടക്കം ആകെ 85 സ്റ്റേഷനുകൾ. സ്റ്റേഷനുകളെ പരസ്പരം ബന്ധിപ്പിച്ച് 1000ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റിയാദ് ബസ് സർവീസും ഇതിന്റെ പ്രത്യേകതയാണ്. റിയാദ് ബസ് സർവീസിന് ഉപയോഗിക്കുന്ന ദർബ് ആപ്പ് ഉപയോഗിച്ച് തന്നെയാണ് മെട്രോക്കും യാത്ര ചെയ്യാനാവുക. 2 മണിക്കൂറിന് 4 റിയാൽ മാത്രമാണ് യാത്രാ ചാർജ്. 3 ദിവസം, ആഴ്ച, മാസം എന്നിങ്ങനെ വ്യത്യസ്ത പാക്കേജുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബ്ലൂ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പേർപ്പിൾ എന്നീ 6 നിറങ്ങളാണ് റെയിൽപാതക്കും ട്രെയിനുകൾക്കും. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇന്ന് ബ്ലൂ, യെല്ലോ, പേർപ്പിൾ ലൈനുകൾ സർവീസ് തുടങ്ങി. ഇന്ന് സർവീസിന്റെ ആദ്യഘട്ടമാണ് തുടങ്ങിയത്. ബ്ലൂ, യെല്ലോ, പർപ്പിൾ ലൈനുകൾ ഇതോടെ സജീവമായി. 2 ആഴ്ച പൂർത്തിയാകുന്ന ഡിസംബർ 15 ഗ്രീൻ, റെഡ് ലൈനുകളും തുറക്കും. ജനുവരി 5 അവസാന റൂട്ടായ ഓറഞ്ച് ലൈൻ തുറക്കുക. റിയാദ് നഗരത്തിന്റെ മുക്കുമൂലകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിലാണിത്. ബ്ലൂ ലൈൻ ബന്ധിപ്പിക്കുന്നത് ഒലയ ബത്ഹ റൂട്ടിനെയാണ്. യെല്ലോ ലൈൻ റിയാദ് എയർപോർട്ട് റൂട്ടിലേക്കുള്ളതാണ്. പേർപ്പിൾ ലൈൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റോഡ്, ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ റോഡ് എന്നീ റോഡുകൾക്കും സമാന്തരമായി കടന്നുപോകുന്നു. ബ്ലൂ ലൈനിലാണ് റിയാദ് മെട്രോയിൽ നിലവിൽ കൂടുതൽ സ്റ്റേഷനുകൾ ഉള്ളത്. 25 സ്റ്റേഷനുകൾ. അത് 11ാം സ്റ്റേഷനായ സാബ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും ആരംഭിക്കുന്നു. പിന്നീട് സുലൈമാൻ ഹബീബ് ഹോസ്പിറ്റൽ കടന്ന് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിക്കും. ഇവിടെ നിന്നും അൽമുറൂജ് കടന്ന് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ 2 സ്റ്റേഷനുകളും പിന്നിട്ട് റെഡ് ലൈൻ ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ നിന്നും അൽ വുറൂദ്, അൽ ഉറൂബ, അലിൻബാം ബാങ്ക്, അൽ ബിലാദ് ബാങ്ക്, കിങ് ഫഹദ് ലൈബ്രറി എന്നിങ്ങനെ ഒലയ്യ റൂട്ടിലേക്ക് പ്രവേശിക്കും. ആഭ്യന്തര മന്ത്രാലയം, മുറബ്ബ, ജവാസാത്ത് അഥവാ പാസ്പോർട്ട് ഓഫീസ് എന്നിവ കടന്ന് ബത്ഹക്കടുത്തുള്ള മുറബ്ബ മ്യൂസിയം വരെ ഈ ലൈനെത്തും. ഇവിടെ നിന്നും ബത്ത സ്റ്റേഷൻ കടന്ന് ഓറഞ്ച് ജംഗ്ഷനിലൂടെ പ്രവേശിച്ച് അൽ ഊദ്, സക്രീന, മൻഫ എന്നിവ വഴി അൽ ഈമാനും അസീസിയയും കടന്ന് ദാറുൽ ബൈദ വരെ നീളുന്നതാണ് ബ്ലൂ ലൈൻ. ആദ്യഘട്ടത്തിൽ തുറന്ന 2ാമത്തെ ലൈൻ പേർപ്പിൾ ലൈനാണ്. ഇതിൽ 11 സ്റ്റേഷനുകളുണ്ട്. നേരത്തെ പരാമർശിച്ച കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഈ ലൈനും പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നും അറാബി വഴി ഉസ്മാൻ ബിൻ അഫാൻ റോഡിലേക്ക് എത്തും. അവിടെ നിന്നും സാബിഖ് കടന്ന് അൽഹംറയിലെ മെട്രോയുടെ റെഡ് ലൈൻ കടന്നു പോകും. പിന്നീട് ആന്ദലൂസ് വഴി ഖുറൈസ് റോഡിലേക്ക് പ്രവേശിക്കും. അസ്സലാമും കടന്ന് നസീം വരെ നീളുന്നതാണ് ഈ ലൈൻ. ഇവിടെ വെച്ച് പേർപ്പിൾ ലൈൻ ഓറഞ്ച് ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു.
എല്ലാവർക്കും എയർപോർട്ടിലേക്ക് എത്താനുള്ളതാണ് നിലവിൽ തുറന്ന മൂന്നാമത്തെ ലൈനായ യെല്ലോ. ഇതിൽ 9 സ്റ്റേഷനുകളാണ് ഉള്ളത്. വിവിധ റൂട്ടുകളിൽ നിന്നും എത്തുന്നവർ മെട്രോയിലെ ട്രാൻസിറ്റ് വഴിയോ നേരിട്ടോ യെല്ലോ ലൈനിലേക്കാണ് എത്തുക. യെല്ലോ ലൈൻ വഴി മാത്രമേ എയർപോർട്ടിലേക്ക് എത്താനാകൂ. ഇവയും കടന്നു പോകുന്നത് KAFD അഥവാ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് വഴി തന്നെയാണ്. യെല്ലോ ലൈൻ പിന്നീട് അറാബി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റോഡ്, സാബിക് എന്നിവ കടന്ന് പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി വഴി ഡൊമസ്റ്റിക് ടെർമിനൽ അഥവാ ടെർമിനൽ 5 എത്തും. ഇവിടെ നിന്നും പിന്നീട് അന്താരാഷ്ട്ര ടെർമിനലുകളായ 1, 2, 3, 4 എന്നിവക്കരികിലേക്കും എത്തും. റിയാദ് എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ടെർമിനലുകളെ ബന്ധിപ്പിക്കുന്ന ലൈൻ കൂടിയാണ് യെല്ലോ. പ്രവാസികൾക്കും വലിയ ആശ്വാസമായി നിലവിൽ തുറന്ന റൂട്ടുകൾ മാറും. രാവിലെ 6 മുതൽ രാത്രി 12 വരെയാണ് മെട്രോയുടെ സർവീസ് സമയം. അവധിക്കാലവും തിരക്കുമെല്ലാം പരിഗണിച്ച് സർവീസ് സമയം നീട്ടുകയോ കുറക്കുകയോ ചെയ്യും. പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള 19 കമ്പനികൾ ഉൾപ്പെടുന്ന 3 കൺസോർഷ്യങ്ങൾക്കായിരുന്നു നിർമ്മാണ ചുമതല. ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള അറബ് നഗരങ്ങളിൽ മുന്നിലുള്ള റിയാദിന് മെട്രോ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. 2027 ഏഷ്യൻ കപ്പ്, 2030 എക്സ്പോ, 2034 ഫിഫ വേൾഡ് കപ്പ് എന്നിവ കൂടി മുന്നിൽ കണ്ടാണ് റിയാദ് മെട്രോയുടെ നിർമ്മാണം ഒടുവിൽ അതിവേഗത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. സാധാരണക്കാരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് റിയാദ് മെട്രോ. അതിനാൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് യാത്രാ നിരക്കായി മെട്രോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബസ്സിനും ട്രെയിനിനും നിരക്കുകൾ ഇനി പറയും വിധമാണ്. 2 മണിക്കൂറിന് 4 റിയാൽ മതി. 2 മണിക്കൂറിനകം എത്ര തവണയും ബസ്സും ട്രെയിനും ഉപയോഗിക്കാം. 3 ദിവസത്തേക്ക് 20 റിയാലും 7 ദിവസത്തിന് 40 റിയാലുമാണ് നിരക്ക്. 1 മാസത്തേക്ക് 140 റിയാലിന്റെ ടിക്കറ്റും ലഭിക്കും. ബസ്സും ട്രെയിനും ഒരുപോലെ ഈ തുകയിൽ ഉപയോഗിക്കാനാകുമെന്നത് സാധാരണ വരുമാനമുള്ള പ്രവാസികൾക്കും നേട്ടമാകും. നിലവിൽ ഓഫീസിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ബസ് മാർഗമോ ടാക്സി മാർഗമോ ആണ് പ്രവാസികൾ യാത്ര ചെയ്യുന്നത്. മെട്രോ ലൈൻ തുടങ്ങിയതോടെ യാത്രാ സമയവും കൃത്യനിഷ്ഠതയും പാലിക്കാൻ പ്രവാസികൾക്കാകും. ഫസ്റ്റ് ക്ലാസ്സിലുള്ള പാക്കേജുകളും നിലവിൽ മെട്രോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ മണിക്കൂറിന് 10 റിയാലാണ് നിരക്ക്. 3 ദിവസത്തേക്ക് 50-ഉം 7 ദിവസത്തേക്ക് 100 റിയാലും 30 ദിവസത്തേക്ക് 350 റിയാലുമാണ് നിരക്ക്. 6 വയസ്സിന് താഴെയുള്ളവർക്ക് യാത്ര സൗജന്യമാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് ട്രാഫിക്കിൽ പെടാതെ കൃത്യസമയത്ത് എത്താനാകുമെന്നത് റിയാദിലുള്ളവർക്ക് വലിയ നേട്ടമാകും സമ്മാനിക്കുക. വലിയ തോതിൽ വളരുന്ന റിയാദ് നഗരത്തിനകത്ത് പൊതുഗതാഗതത്തെ ജനങ്ങൾ ഇതോടെ കൂടുതൽ സ്വീകരിക്കുമെന്നുറപ്പ്. സൗദിയിലെ 60% ആളുകൾ റിയാദ് മെട്രോ ഉപയോഗിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ. 1202 പേരെ ഉൾപ്പെടുത്തിയതായിരുന്നു സർവേ. 57% പുരുഷന്മാരും 43% സ്ത്രീകളുമാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. ഇവരെല്ലാവരും ജോലിക്കാരായിരുന്നു. 60%-ലധികം ആളുകളാണ് സർവേ ഫലത്തിൽ മെട്രോ ഉപയോഗിക്കുമെന്ന് അറിയിച്ചത്. 31% പേർ ജോലിക്ക് അല്ലെങ്കിൽ പഠനത്തിനായി മെട്രോ ഉപയോഗിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി ഉപയോഗിക്കുക 30% ആളുകളാണ്. 24% ആളുകൾ ഷോപ്പിങ്ങിനായാണ് മെട്രോയിൽ യാത്ര ചെയ്യുക. 11% ആളുകൾ കുടുംബ സന്ദർശനങ്ങൾക്കായും സേവനം ഉപയോഗിക്കും. മെട്രോ ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ റിയാദിലെ ട്രാഫിക് നിരക്കിനും പരിഹാരമാകുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ തന്നെ സൗദിയുടെ വിവിധ നഗരങ്ങളിൽ പ്രഖ്യാപിച്ച പൊതുഗതാഗത പദ്ധതികൾ വിജയം കാണുന്നുണ്ട്. മക്കയിലും മദീനയിലുമൊപ്പം റിയാദിലും പൊതുഗതാഗത പദ്ധതിയിൽ നേരത്തെ വൻ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ ഗതാഗതം തിരിച്ചുവിടാനായി സ്ഥാപിച്ച തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ റോയൽ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാക്കുകളുടെ നിർമ്മാണത്തിനും മറ്റുമായി ചില പാതകൾ അടക്കുകയും ചെയ്തിരുന്നു. പ്രധാന റോഡുകളും ഇതിൽപ്പെട്ടിരുന്നു. റോഡുകളുടെ സഞ്ചാര ദിശയിലും ഇതിനായി മാറ്റം വരുത്തി. ഇതോടെ പല ഭാഗത്തും ട്രാഫിക് വർദ്ധിച്ചിരുന്നു.
ഇത്തരത്തിലുള്ള എല്ലാ ഗതാഗത തടസ്സങ്ങളും നീക്കാനാണ് നിലവിലെ നിർദ്ദേശം. ഇതോടെ റിയാദ് നഗരത്തിലെ വളച്ചു തിരിച്ചുവിടുന്ന ഗതാഗത രീതിക്ക് വൈകാതെ പരിഹാരമാകും. റിയാദ് നഗരത്തിനകത്ത് പ്രധാന റോഡുകളുടെ വികസനം കൂടി പ്രഖ്യാപിച്ചിരുന്നു. ഇത് പൂർത്തിയാകുന്നതോടെ നഗരം ലോകോത്തര നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കും. കിങ് സൽമാൻ പാർക്ക്, ഖിദ്ദിയ, വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങൾ, കിങ് സൽമാൻ എയർപോർട്ട്, ന്യൂ മുറബ പദ്ധതി, എക്സ്പോക്കായുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ റിയാദിനെ സൗദിയിലെ ഐക്കോണിക് കേന്ദ്രമാക്കുകയാണ് പുതിയ പദ്ധതി. ഇതിന്റെ സുപ്രധാന തുടക്കം കൂടിയാണ് റിയാദ് മെട്രോ.